ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിപ്പം ഓപ്പൺ എയറിലാണ് നിൽക്കുന്നത്. വോയിസ് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ബട്ട് ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഒരു ഈവനിങ് വ്ളോഗാണ്, തമ്പനയിൽ കണ്ട പോലെ തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആക്ച്വലി ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്. പപ്പയ്ക്ക് ഇതേപോലെ കാലിൽ ബ്ലേഡൊക്കെ കൊണ്ടിട്ട് കുറച്ച് സീരിയസ് പ്രോബ്ലംസ് ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. 14 stitches or something. It was very bad experiences. But anyways, ഇപ്പം നമ്മൾ മാക്സിമോൻ്റെ ബർത്ത്ഡേ അടുത്ത് വരികയാണ്. സോ ഇന്ന് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പെരിന്തൽമണ്ണ പുതിയൊരു ഹൈപ്പർ മാർക്കറ്റ് ബാർ മാൾ, എനിക്കറിയില്ല സംഭവം ശരിക്കും എന്നാൽ. ചിലർ പോയത്, ചിലർ പറയുന്നുണ്ട് ഹൈപ്പർ മാർക്കറ്റ്, ചിലർ പറയുന്നുണ്ട് മാള്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോഷൂട്ടുണ്ട്. ഫോട്ടോഷൂട്ട് ഇൻ ദ സെൻസ് ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് അല്ല, അതിന് മുമ്പും അന്നൊക്കെ നമുക്ക് കുറച്ച് ഫോട്ടോസ് സ്റ്റാറ്റസൊക്കെ ഇടാനും കുറച്ച് അന്നും അതിൻ്റെ തലേദിവസത്തേക്കുള്ള കുറച്ച് ഫോട്ടോസ് നമ്മൾ എടുക്കാമെന്ന് വിചാരിച്ചു. പ്ലസ് നമ്മൾ കുറച്ച് ഒരു ഓപ്പൺ സ്റ്റുഡിയോ ഉണ്ട് അങ്ങാടിപ്പുറത്ത് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് അവിടെ നിന്ന് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഉറപ്പില്ല, എന്താണ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഉറപ്പില്ല. എന്തായാലും നമ്മൾ ഇതൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ഞാൻ നേരെ ഇക്കടെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. വന്നിട്ട് ഇപ്പോൾ കുറേ ആയില്ലേ. അപ്പം ഇത്രയാണ് പ്ലാന്. സോ ഇപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഓരോ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഏകദേശം 2:30 2:30 ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ച 1 മണിയാകുമ്പോഴത്തേക്കും വരുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യലും ബാക്കി കാര്യങ്ങളും ഉള്ളത്. ആക്ച്വലി ഞാൻ ഈദിൽ ഞാൻ ഇട്ടിരുന്ന അതേ ഡ്രസ്സ് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നത്. ഹിക്കിയും മേസും അങ്ങനെ ആ ഒരു ഡ്രസ്സ് തന്നെ ഒരു ഫുൾ നമ്മൾ 3 ആളുള്ള ഫാമിലി ഫോട്ടോ. പിന്നെ മേസുവിൻ്റെ കുറച്ച് ഡ്രസ്സസ് എടുത്തിട്ട് അവൾക്ക് കുറച്ച് ഡിഫറെൻറ്റ് ഡ്രസ്സസിൽ ഡിഫറെൻറ്റ് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഒക്കെ വിചാരിക്കലാണ്. ഇപ്പോൾ ഇത്രയും ടൈം വൈകിയത് കൊണ്ട് എന്താവും എന്നൊന്നും അറിയത്തില്ല. ബട്ട് എനിവേയ്സ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ.
നമ്മൾ ഫോട്ടോ എടുക്കാം എന്നുള്ള രീതിയിൽ വന്നപ്പോഴത്തേനും നല്ല മഴ, നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ കുറച്ചെടുക്കുക. നമ്മൾ കുറച്ചധികം നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ മഴയത്താണ് നിൽക്കുന്നത്. യാ ദാറ്റ്സ് ഹൗ സിറ്റുവേഷൻസ് മാറി ഇന്നും കുഴപ്പമില്ല. ഇന്നൊരു റെയിനി ഡേ ആണ്. ജസ്റ്റ് ഈവനിങ്ങിലാണ് റെയിനി ഡേ ആയിട്ടുള്ളൂ. അതെന്താ സംഭവം എന്നറിയില്ല. ഫുൾ റെയിൻ. പക്ഷെ എന്നാലും തിരക്കൊക്കെ ഉണ്ട്. തിരക്കിനൊന്നും ഒരു കുറവില്ല. എനിവേസ് ദാറ്റ്സ് ദ അപ്ഡേറ്റ്. അപ്പം നമ്മൾ അങ്ങാടിപ്പുറം മറ്റേ നമ്മൾ പറഞ്ഞ ഓപ്പൺ സ്റ്റുഡിയോ ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്ത് പകരം നമ്മളിവിടെ കോച്ച് എന്ന് പറയുന്ന ഒരു വിൻറ്റേജ് സ്റ്റൈൽ ഒരു സെറ്റപ്പ് അവിടെയൊക്കെ വരാമെന്ന് വിചാരിച്ചു. ഫോട്ടോ എടുക്കേണ്ട ആൾ ഓൾറെഡി സ്ലീപ്പിംഗ് ആണ്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാം. പ്ലസ് എനിക്കാണെങ്കിൽ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ കപ്പിൾ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചാണ് വരുന്നത്. സോ നോക്കി നോക്കാം. ഇവിടെ ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ്. നമ്മൾ പുറത്തായിരുന്നത്, അപ്പോൾ മഴയൊക്കെ വന്നപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതാണ് നമ്മൾ വിചാരിച്ചു ഉള്ളിലോട്ട് വരാം. ഉള്ളിലത്തെ ആംബിയൻസും അടിപൊളിയായിരുന്നു. ആരും വിചാരിക്കാത്ത പോലത്തെ ഒരു ഐഡിയ. ഐ എം സോ ഇൻ ലവ് ദിസ് പ്ലേസ്. പക്ഷേ കുറച്ചുകൂടി ടൈമിൻ്റെ പ്രശ്നമാണ്. സോ നമുക്ക് ടൈമൊക്കെ റെഡിയാക്കിയിട്ട് ഒന്നും കൂടി ഇവിടെ വരേണ്ടി വരും. ബിക്കോസ്
അത്ര അടിപൊളിയാണ്, വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാട്ടോ. അടിപൊളിയാണ്. ഇങ്ങനൊരു വേ ഓഫ് തിങ്കിങ് തന്നെ ഞാൻ കണ്ടിട്ടില്ല. അമേസിങ്. മേസോന് ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുവാണ്. അപ്പം നമ്മൾ ഓൺലൈനിൽ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 1-2 നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ അടിപൊളിയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് എടുക്കണം വെച്ചിട്ടാണ്. സോ നോക്കി നോക്കാം. ഗൈസ്, ഒക്കെപ്പാടെ സെറ്റാവുന്നില്ല ആക്ച്വലി. അതായത് നമുക്ക് വേണ്ടത് ഒരു നമ്മുടെ തീം വരുന്ന ജംഗിൾ തീമാണ്. അപ്പോൾ ഒരു ഗ്രീനാണ് വേണ്ടത്. പക്ഷേ ഗ്രീനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫാഷനും കറക്റ്റ് ആവുന്നില്ല. അപ്പം ഇനിയിപ്പോൾ കളർ മാറ്റണം, അല്ലെങ്കിൽ തീം മാറ്റണം. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. നമുക്ക് തോന്നുന്നത് ഓൺലൈൻ ഷോപ്പിംഗാണ് നമുക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയാലും നമുക്ക് പറ്റണമെന്ന് കിട്ടത്തില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കട മുഖാന്തരം കയറി ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടും. അതാണ് നോർമലി എപ്പോഴും സംഭവിക്കാറുള്ളത്. ഇന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ലേ. നമ്മൾ ഒരു വലിയ ഫങ്ഷനാക്കി നടത്തുമ്പോൾ അത് നമുക്ക് പറ്റിയത് കിട്ടണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി വേറെ കടയിലൊക്കെ പോകാൻ ടൈമാണ് പ്രശ്നം. എനിവേസ് പോയി നോക്കണോ വേണ്ടേ അറിയത്തില്ല. ടൈമും കുറവാണ്. നോക്കാം. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ആയതുകൊണ്ട് ശീലമുണ്ട്. ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. മൗലാന ഹോസ്പിറ്റലിൽ ഒന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 3 കടയിൽ ഡ്രസ്സ് നോക്കിയിട്ടോ. അത് ഞാനിവിടെ കാണിക്കുന്നില്ല. പക്ഷെ നമ്മൾ KMT അങ്ങനെ കുറേ ഡിഫറെൻറ്റ് 3-4 കടയിൽ കയറി. പക്ഷെ എന്നിട്ടും നമുക്ക് മനസ്സിന് പറ്റിയതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് പിന്നെ അതൊന്നും കാണിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ നെസ്റ്റോയ്ക്ക് പോയിട്ടോ. പെരിന്തൽമണ്ണ കുറച്ച് കടയ്ക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരെ നെസ്റ്റോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. നെസ്റ്റോയ്ക്ക് പോകുന്നതിൻ്റെ തിരക്കാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഈ ഇത്രയും വണ്ടികൾ മൊത്തവും പോകുന്നത് നെസ്റ്റോയ്ക്കാണ്. ഓക്കെ, അപ്പോൾ അത്രയും തിരക്കായിരുന്നു. പോയിട്ടാ വീഴില്ല എന്ന് പറയില്ല, അമ്മാതിരി തിരക്കായിരുന്നു. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാൻ ഒരു വലിയൊരു ട്രാഫിക് ജാം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. അതിൻ്റെ ഉള്ളിലാണെങ്കിലും തന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മളിത് ഇനോഗ്രേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ ആയി. ബട്ട് സ്റ്റിൽ അതിൻ്റെ തിരക്കിന് യാതൊരു കുറവും കാണാനില്ല. സോ നമ്മൾ കുട്ടികളെയും എല്ലാവരും ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി. പാർക്കിംഗ് ആണെന്നുണ്ടെങ്കിലും പാർക്കിങ്ങിൽ തീരെ സ്ഥലമില്ലാത്ത ഏരിയ ആയിരുന്നു പാർക്കിങ്.
സാലഡും എടുക്കാമെന്ന് വിചാരിച്ചു. ടൈം കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോയി. അപ്പോൾ നമുക്ക് വേണ്ടി ഡ്രസ്സ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ഒന്ന് ഇറങ്ങി. സംഭവം നമ്മൾ അവിടെ നോക്കി, പക്ഷേ അവിടെയും കണ്ടില്ലായിരുന്നു. പിന്നെ അവിടെ ഭയങ്കര നോയ്സും ഭയങ്കര തിരക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്നൊന്നും സംസാരിക്കാൻ പറ്റില്ല. ബട്ട് എനിവേയ്സ് ഹെഡിങ് ടു a ഹോം. ഇനി ഓൺലൈനാണ് ശരണം. അതിനിടയിൽ എങ്ങാനും പുറത്തിറങ്ങി പർച്ചേസ് ചെയ്യാൻ പറ്റിയാൽ പർച്ചേസ് ചെയ്യാം. ഹലോ ഓൾ, അപ്പോൾ അത്രയാണ് കേട്ടോ ആക്ച്വലി ഇന്നത്തെ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യവും വ്ളോഗ് എടുക്കുമ്പോഴും വിചാരിക്കും ഔട്ട്ഡോർ പറയണമെന്ന്. പക്ഷേ ഇത്രയും നമ്മൾ അധികം ട്രാവലിങ്ങും പിന്നെ മോൾസിലൂടെയും മാർക്കറ്റിലൂടെയും ഒക്കെ പോകുന്നതുകൊണ്ട് വീട്ടിലെത്തുമ്പോഴത്തേനും ഭയങ്കര ടയേർഡാവും, ഭയങ്കര സ്ലീപ്പി ആയിരിക്കും. അപ്പോൾ ഔട്ട്ഡോർ എടുക്കാനുള്ള ഒരു എനർജി ഉണ്ടായിരിക്കില്ല. പിന്നെ പിറ്റേ ദിവസം എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പോയല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ആക്ച്വലി നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയിട്ടില്ല. ഓൺലൈൻ ഓർഡർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി ഇറങ്ങാം, ആ ഒരു രീതിയിലാണ്. അധികം നമ്മളിങ്ങനെ ഇതേപോലെ പുറത്തൊക്കെ പോകുന്ന വ്ളോഗ്സാണ് ഞാൻ അധികം ചെയ്യാറുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ബോറാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള കുറച്ച് റൂട്ടീൻസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും bye. Thank you for watching till the end and love you guys. Bye.